നമ്മുടെ അധ്യാപകർ എന്തിനായി പുലിവാലൊക്കെ പിടിക്കുന്നത്? പഴയ കാലത്താണെങ്കിൽ അധ്യാപകർ ചൂരലുമായിട്ടൊക്കെ ആയിരുന്നു സ്കൂളിൽ വന്നിരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അധ്യാപകർ സ്കൂളിൽ വരുമ്പോൾ അവർ വലിയ ചൂരലൊക്കെ വെച്ചിട്ടുണ്ടാവും. പക്ഷെ തല്ലുകയൊന്നുമില്ല. വളരെ അപൂർവ ആളുകൾ കുട്ടികളെ മാത്രമായിരിക്കും തല്ലുന്നത്. എന്നാലും രാവിലെ അസംബ്ലി ഉണ്ട്, അന്ന് അസംബ്ലി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അസംബ്ലിയിൽ നല്ല പാട്ടുകളുണ്ട്, ദേശഭക്തി ഗാനങ്ങളും അതുപോലെ തന്നെ മനോഹരമായ സന്ദേശം നൽകുന്ന നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. ഗാനമൊക്കെ ആലപിക്കും, പ്രതിജ്ഞയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ക്ലാസ്സിൽ കയറി എന്ന് ഉറപ്പുവരുത്തിനു ശേഷം നമ്മുടെ ഈ സാറുണ്ടല്ലോ, അതായത് മോണിറ്റർ ചട്ടമ്പി സാറാണ്. അതല്ലെങ്കിൽ ഒരു പ്രമുഖനായ സാറ് കാണും. ചിലപ്പോൾ നല്ല മീശയൊക്കെ കപ്പട മീശയും നല്ല പൊക്കവും തടിയൊക്കെ ഉള്ള സാറായിരിക്കും. പുരുഷന്മാരായിരിക്കും മിക്കവാറും സാറായിരിക്കും, അല്ലെ ടീച്ചറല്ല. അപ്പൊ സാർ ഒരു വടിയായിട്ടൊക്കെ എല്ലാ ക്ലാസിന്റെ നടയിൽ കൂടെയൊക്കെ ഒന്ന് നടന്ന് ആ ഗ്രൗണ്ടിലൂടെയൊക്കെ ഒന്ന് പോയി ഒരു ഷോ ഒക്കെ നടത്തും. ഷോ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതിൽ വിദ്യാർത്ഥിനികളും കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ വീഴുമായിരുന്നു. അവർ അങ്ങനെ വലിയ തെറ്റൊന്നും ചെയ്യില്ലായിരുന്നു. അങ്ങനെ ആരെങ്കിലും ഒന്നോ രണ്ടോ തെറ്റ് ചെയ്താലും അത് തല്ലുന്ന ആളിന് നല്ല തല്ല് കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ട് വീണ്ടും ഒരു മെസ്സേജ് പോകും, എന്തായാലും വേല കാണിച്ചാൽ നല്ല തല്ല് കിട്ടുമെന്ന്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം ഞാൻ എന്റെ സ്വന്തം അനുഭവം പറയാം. എന്നെയും എന്റെ അനുജനെയും അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒത്തിരി ആളുകളെ ഉണ്ട്. സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോൾ അമ്മ പറയുന്ന അമ്മയും അച്ഛന്മാരും ഒക്കെ ആണല്ലോ സ്കൂളിൽ, മിക്കവാറും അമ്മമാരൊക്കെയാണ് കൂടുതലും പോകുന്നത് സ്കൂളിൽ. ചെന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, സാറേ ഇവൻ നന്നായിട്ട് പഠിപ്പിക്കണം അവനായിട്ട്, അവൻ പഠിക്കാനൊക്കെ കുറച്ച് ഉഴപ്പാണ്. ചിലപ്പോൾ 1ാം ക്ലാസ് ചേർക്കുന്നേ ഉണ്ടാവുള്ളൂ, എന്നാൽ ആദ്യമായിട്ട് ചേർക്കുന്നതല്ലേ, എന്നാലും പറയും ഇവൻ ഉഴപ്പാണ് കേട്ടോ, സാറൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ സാറ് പറയാം അത് ഞാൻ ഏറ്റു, ഞാൻ പഠിപ്പിച്ചെടുക്കുന്നവരെ ഞാൻ ഏറ്റു എന്ന് പറയുമ്പോൾ സാർ ഇവന്റെ സ്വഭാവം കൂടെ നോക്കിക്കോണമെന്ന് പറയും. ഇവന് നല്ല സ്വഭാവം, ഇവന് കുറെ കുസൃതി സ്വഭാവം ഉണ്ട്, സ്വഭാവം കൂടെ നന്നാക്കി തരണം. അപ്പൊ സാർ എത്ര തല്ലിയാലും കുഴപ്പമില്ല എന്ന് പറയുന്ന രക്ഷാകർത്താക്കളുടെ ഒരു കാലം ഉണ്ടായിരുന്നു അന്ന്. പക്ഷേ മക്കളുടെയൊക്കെ എണ്ണവും കൂടുതലായിരുന്നു. കാലം കഴിഞ്ഞു പോയി, മക്കളുടെ എണ്ണം കുറഞ്ഞു, 1-2 കുട്ടികളായി. അത് വളരെ ഓമനിച്ച് താലോലിച്ച് വളർത്തി അവരെ ഒരു ദുഃഖം അറിയിക്കുന്നില്ല. അച്ഛനമ്മമാരും അനുഭവിച്ച ദുഃഖങ്ങളൊന്നും മക്കൾ അനുഭവിക്കുന്നില്ല. അച്ഛനമ്മമാർ കിലോമീറ്ററിൽ നടന്നുപോയി, മക്കൾ ബസ്സിൽ പോകുന്നു. അച്ഛനമ്മമാർ ഷൂസും പിന്നെ ടൈയും കോട്ടും ഒന്നും കെട്ടിക്കൊണ്ടുപോകാൻ നിർവാഹമില്ല. ഇന്നിപ്പോ സർക്കാർ സ്കൂളുകളിൽ പോലും ഇത്തരമെല്ലാ സംവിധാനമുണ്ട്. ഉച്ചയ്ക്ക് പഴയ കാലത്താണെങ്കിൽ മഞ്ഞ ഗോതമ്പ് പൊടിയും കുറുക്കും ഒക്കെയാണ് കിട്ടിയിരുന്നത്. ഇപ്പൊ നല്ല മുട്ടയും പാലും ചിക്കനും എല്ലാം നല്ല അടിപൊളി സംവിധാനമാണ്. സ്കൂളൊക്കെ ലാബുകളുണ്ട്, നല്ല കെട്ടിടങ്ങളുണ്ട്, വാഹനങ്ങളുണ്ട്, വലിയ സംവിധാനവും സൗകര്യങ്ങളും സ്കൂളുകളിൽ, ഗവൺമെന്റ് സ്കൂളുകളിലും പ്രൈവറ്റ് സ്കൂളുകളിലും എല്ലാം ഇപ്പോൾ ഉണ്ടായി. പക്ഷെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ അതിനിടയിൽ വേറെ കുറെ കാര്യങ്ങൾ സംഭവിച്ചു. ബാലാവകാശ കമ്മീഷൻ വേണ്ടെന്നല്ല, കുട്ടികളുടെ അവകാശം തീർച്ചയായിട്ടും ലോകത്ത് എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. പക്ഷെ സ്കൂളുകളിൽ മാതൃകാപരമായി ശിക്ഷിക്കേണ്ട ഇടത്തങ്ങളിൽ ഇടപെട്ടു. കുട്ടികളെ തല്ലുന്ന കാര്യത്തിൽ ഒക്കെ ഇടപെടുമ്പോൾ വലിയ പ്രശ്നമാണ്. അധ്യാപകർ ഏതെങ്കിലും ഒരു കുട്ടിയെ വിളിച്ച് ശാസിച്ചു അല്ലെങ്കിൽ തല്ലി എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ബാലാവകാശ കമ്മീഷൻ ഇടപെടുക. 100 കണക്കിന് അധ്യാപകരുടെ പേരിലാണ് ബാലാവകാശ കമ്മീഷനിൽ കേസ് കിടക്കുന്നത്, ഇതുവരെ തീരാത്ത കേസ്. പിന്നെ കോടതിയിൽ പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തിനായി പൊല്ലാപ്പ് എടുക്കുന്നതെന്ന് വിചാരിച്ച അധ്യാപകരും ഇതിനകത്തുനിന്ന് കൈയെടുത്ത് കളയും. പിന്നെ പഴയതുപോലെ വളരെ സ്ട്രിക്റ്റ് ആയ പഠിപ്പിന്റെ ആവശ്യമില്ല. കുറച്ച് പഠിപ്പിച്ചാലും പഠിപ്പിച്ചില്ലെങ്കിലും കുട്ടികൾ ജയിക്കുന്നു, ആൾ പ്രൊമോഷനാണ്. കുട്ടികൾ എന്തെഴുതിയാലും മാർക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യം വിദ്യാഭ്യാസ രംഗത്തെ മാറിപ്പോയിട്ടുണ്ട്. അല്ല കൃത്യമായ പഴയതുപോലെ എല്ലാവരും പിന്നെ പരീക്ഷ എഴുതിയ കുറെ അധികം പേര് തോൽക്കുന്ന സ്ഥിതിയൊന്നുമില്ല. പരമാവധി ആളുകൾ ജയിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ ജയിച്ച് വരുമ്പോഴുള്ള കുഴപ്പം എന്താണ്? അവർ പഠിക്കാത്തവരും ഒരുവിധം ഒക്കെ അറിയാവുന്നവരൊക്കെ ജയിച്ച് കയറി വരുന്നുണ്ട്. തീർച്ചയായിട്ടും പഠിച്ചിട്ടല്ലേ ഓരോ ക്ലാസ്സിൽ നിന്നും ജയിപ്പിക്കേണ്ടത്. അപ്പൊ അതിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ കുട്ടികൾക്ക് അതിന് പഠനത്തോടൊരു ഗൗരവമില്ല. അധ്യാപകരുടെ കൈകൾ ടൈപ്പാണ്. പിന്നെ മാത്രമല്ല മാതാപിതാക്കൾ ഇപ്പൊ തല്ലുമ്പോൾ ബാലാവകാശ കമ്മീഷൻ നിൽക്കട്ടെ, മാതാപിതാക്കളും വലിയ പ്രശ്നമാണ്. ഏത് കുട്ടി തെറ്റ് ചെയ്താലും മാതാപിതാക്കൾ പറയുന്നത് അയ്യോ എന്റെ മോളോ എന്റെ മോനോ അവൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അത് സാറിനോ ടീച്ചറൊക്കെ തോന്നിയതായിരിക്കും, അവരങ്ങനെയൊന്നും ചെയ്യത്തില്ല, എന്ത് നല്ല പഞ്ചാര കുട്ടനാണെന്നുള്ള വീട്ടിൽ പോയി പച്ചയ്ക്ക് കള്ളം പറയുന്ന കുട്ടികളെ പോലും കോളേജിലും സ്കൂളിലും വെച്ചിട്ട് പരീക്ഷയ്ക്ക് തുണ്ട് വെച്ചത് കൊണ്ട് ഇറക്കി വിട്ട്. ഒരു കോളേജിലെ സംഭവം ഞാൻ പറഞ്ഞു. പരീക്ഷയ്ക്ക് തുണ്ട് വെച്ചപ്പോൾ ഇറക്കി വിട്ട്. അവരെ പരീക്ഷ എഴുതാൻ സമ്മതിച്ചില്ല. തുടർന്നുള്ള പരീക്ഷ എഴുതേണ്ട സമയം, കാരണം ക്യാമറയൊക്കെ ഉള്ള കാലമാണല്ലോ. കുട്ടി വീട്ടിൽ ചെന്ന് പറയുന്നത് എന്തറിയോ, പരീക്ഷ പേപ്പർ ലീക്കായെന്നാണ്. പരീക്ഷ പേപ്പർ ലീക്കായതുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ പേപ്പർ ലീക്കായതുകൊണ്ട് പരീക്ഷ മാറ്റി വെച്ചു. എന്താ മോളെ പരീക്ഷ എഴുതാവുന്നത്? പേപ്പർ ലീക്കായി. പാവപ്പെട്ട അമ്മയ്ക്ക് അറിയാമോ ഈ പേപ്പർ ലീക്കായോ കഥകൾ വല്ലതും ഒക്കെ. അങ്ങനെ അമ്മമാരെ പറ്റിക്കുക. ഈ ഇടയ്ക്ക് ഒരു കുഞ്ഞ്, പിന്നെ അത് ചെറിയ കുട്ടിയാണ്, അബാക്കസിന് പഠിക്കുന്ന ഒരു കുഞ്ഞ് 3:30 മണിക്ക് എല്ലാ ദിവസവും സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തും. അതുപോലെ തന്നെ അന്നും വീട്ടിലെത്തി. പക്ഷെ പിറ്റേ ദിവസം അബാക്കസിന് അമ്മ കൊണ്ടാക്കിയപ്പോഴാണ് അബാക്കസ് ടീച്ചർ പറയുന്നത് ഇന്നലെ മോള് വന്നില്ലല്ലോ. അപ്പൊ കുഞ്ഞിനോട് ചോദിച്ചു എന്താ മോളെ ഇന്നലെ നീ വരാതിരുന്നത്, പിന്നെ പോകാത്തെന്തായാലും ഇവിടെ വരാതിരുന്നത്, നീ 3:30 ആയിട്ടാണല്ലോ അവിടെ വന്നതെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഞാൻ 3:30 അവിടെ വന്നില്ലേ, പിന്നെ എവിടെ പോയാലെന്താ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ചില കുട്ടികളെങ്കിലും ഉണ്ട്. അപ്പൊ കുട്ടികളുടെ നിയന്ത്രണം വീടുകളിലും വലിയൊരു ചെറിയ പ്രശ്നമുണ്ട്, പിന്നെ സ്കൂളുകളിലും ചെറിയ പ്രശ്നമുണ്ട്. അധ്യാപകർക്ക് ഇതൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരെ ടൈപ്പാണ്. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയുമുണ്ട്. എന്നാൽ കുറച്ച് അധ്യാപകരുണ്ട്, റീൽസ് എടുക്കുക, അല്ല DJ പാർട്ടി സംഘടിപ്പിക്കുക, മറ്റു പരിപാടികളൊക്കെ ചെയ്യുക, കുട്ടികളുമായി പ്രിൻസിപ്പാളും HM ഒക്കെ ഉള്ളപ്പോൾ തന്നെ അവരെ ഓവർടേക്ക് ചെയ്ത് കുട്ടികളുമായി ചില ബന്ധങ്ങൾ വയ്ക്കുക, അത്യാവശ്യം ചില അവിഹിത ബന്ധങ്ങൾ വയ്ക്കുക, അവരെ പ്രൊമോട്ട് ചെയ്യുക,
ഒരു ടീച്ചറിനെതിരെ മറ്റൊരു ടീച്ചറിനെ, അല്ലെങ്കിൽ സാറിനെതിരെ മറ്റൊരു സാറിനെയൊക്കെ തിരിച്ചു വിടുക, അങ്ങനെ കുട്ടികളെ കയ്യിലെടുത്തുകൊണ്ടുള്ള ചില അഭ്യാസങ്ങൾ കാണിക്കുന്ന അധ്യാപകരുണ്ട്. ഭൂരിപക്ഷമുള്ള ഞാൻ ഈ പറയുന്നത് ടീച്ചർമാരായാലും അങ്ങനെ ഉള്ളവരുമുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും അധ്യാപക സമൂഹം ഇങ്ങനെ ചിന്തിക്കുന്നു, മാതാപിതാക്കളും ഇങ്ങനെ ചിന്തിക്കുന്നു. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ യാതൊരു ദിശാബോധമില്ലാതെ വളരുന്നു. അതിനകത്ത് വളർന്നു വരുമ്പോൾ പഴയ കാലത്താണെങ്കിൽ ഇപ്പൊ കഞ്ചാവ് പോലുള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷെ ഇപ്പൊ അതിൽ നിന്ന് മാറി മുട്ടായുടെ രൂപത്തിൽ, കാഡ്ബറീസിന്റെ രൂപത്തിൽ, പല പല രൂപത്തിൽ, പല മുട്ടായികളുടെയും പുറത്തൊക്കെ, രൂപത്തിലെന്ന് പറയാൻ പറ്റില്ല, പുറത്തൊക്കെ പൊടിയായിട്ടൊക്കെ ഇട്ടൊക്കെ കുട്ടികൾക്ക് മുട്ടായിയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ പുതിയ കാലത്ത് പുതിയ രീതിയിലാണ് കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ കിട്ടുന്നത്. അപ്പൊ അതെല്ലാം വാങ്ങി കഴിച്ച് നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി കുട്ടികൾ പോകുന്നു. അപ്പൊ അതിനെതിരെ അധ്യാപകർക്കും സീരിയസ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, രക്ഷാകർത്താക്കളും സീരിയസ് ആയിട്ട് അത് എടുക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ഒരുപാട് കൊലപാതകങ്ങളും ഗാങ് റേപ്പുകളും ഒരുപാട് പ്രശ്നങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അധ്യാപകരും അതിനനുസരിച്ച് ഒന്ന് ഉണരേണ്ടതുണ്ട്. നയപരമായ മാറ്റം കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകണം. വടിയെടുക്കണമെങ്കിൽ വടിയെടുക്കണം. പിന്നെ അതുപോലെ തന്നെ സ്കൂളിൽ മറ്റ് പരിപാടികൾ, ഈ വടിയെടുക്കുന്നതിന് ഉപരിയായിട്ട് മറ്റൊരു കാര്യമാണ് എന്നെപ്പോലുള്ളവർ കാണുന്ന മറ്റൊരു പ്രധാന കാര്യം, സോഷ്യൽ ഇടങ്ങളില്ല കുട്ടികൾക്ക്, സാമൂഹ്യ ഇടങ്ങളില്ല, കളിക്കളങ്ങളില്ല. സ്കൂളുകൾ എടുത്താൽ കളിക്കളങ്ങളില്ല, നീന്തൽ കുളങ്ങളില്ല, സാമൂഹ്യ ഇടങ്ങൾ വളരെ കുറവാണ്. ലൈബ്രറികളിൽ പ്രവർത്തിക്കുന്നില്ല, അതുപോലെ ക്ലബ്ബുകളിൽ പ്രവർത്തിക്കുന്നില്ല. ഇങ്ങനെ പഴയ കാലത്തുള്ളത് പോലുള്ള, പിന്നെ എവിടെ എന്ത് പരിപാടി വന്നാലും മുതിർന്നവരാണ് പോകുന്നത്. റെസിഡൻസ് അസോസിയേഷന്റെ മീറ്റിംഗ് വിളിച്ചാൽ പോലും റിട്ടയർ ആയവർ മുതിർന്നവരാണ് പോകുന്നത്. കുട്ടികൾ പോകുന്നത് വളരെ കുറവാണ്. അപ്പൊ കുട്ടികൾക്ക് സോഷ്യൽ ഇടമില്ല, സാമൂഹ്യമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, അവരെ കഴിവുകൾ വർദ്ധിപ്പിക്കാനുള്ള ഇടങ്ങളില്ല, അവർക്ക് ആനന്ദം കണ്ടെത്താനുള്ള മറ്റ് കാര്യങ്ങളില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്ന രീതിയുമുണ്ട്. അപ്പൊ ഇതിനെ കൂടെയൊക്കെ പിടിക്കുന്ന രീതിയിലുള്ള പുതിയ നയങ്ങളും കാഴ്ചപ്പാടുകളും ഒരു പഞ്ചായത്തിൽ ഒരു സ്റ്റേഡിയമെങ്കിലും ഒരു നീന്തൽക്കുളമെങ്കിലും ഒക്കെ കൊണ്ടുവരികയും സ്കൂൾ കുട്ടികളെ എല്ലാം അതിനകത്തേക്കൊക്കെ ബന്ധിപ്പിക്കുകയും, അതുപോലെ തന്നെ എല്ലാ സ്കൂളിലെ എല്ലാ കുട്ടികളെയും ഇപ്പൊ NSS, നാഷണൽ സർവീസ് സ്കീം, SPC, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, ഹരിത ക്ലബ്ബുകൾ, നല്ല പാഠം, സീഡ്, പിന്നെ ഭൂമിത്ര സേന, ഇങ്ങനെ കുറെ സംവിധാനങ്ങളുണ്ട്. പക്ഷെ അതിലെല്ലാം കുറച്ച് കുട്ടികളെ ഉള്ളൂ, 50 കുട്ടികൾ, 100 കുട്ടികളെ ഉള്ളൂ. എല്ലാ കുട്ടികളെയും ഇതിൽ പങ്കെടുപ്പിക്കണം. അങ്ങനെ പരമാവധി സോഷ്യൽ ഇടങ്ങൾ ഉണ്ടാക്കി കുട്ടികളെ ആനന്ദത്തിനും സന്തോഷത്തിനുള്ള മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കി ടീച്ചർമാരെ കുറെ കൂടി, അല്ലെങ്കിൽ സാറന്മാർക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തം മറ്റൊരു തലത്തിൽ കൊടുക്കുന്ന രീതിയിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് കൊണ്ടുവന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. നാം ഇന്ന് മുന്നിൽ കാണുന്ന വിഷയങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റൂ. അതിനുള്ള നയപരമായ തീരുമാനം ഉണ്ടാകണം, പുതിയ ചട്ടങ്ങൾ ഉണ്ടാകണം, കുറച്ച് സിലബസിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്, അധ്യാപകർക്ക് അതനുസരിച്ചുള്ള പരിശീലനം കിട്ടണം. മാതാപിതാക്കൾ PTA മീറ്റിങ്ങുകൾ എന്നൊക്കെ പറയുന്നത് ഒരു കാരണവശാലും വെറുതെ മീറ്റിംഗ് കൂടി കുറച്ച് ആളുകളെ എടുത്ത് പോകുന്നതല്ല. വളരെ കൃത്യമായ കൗൺസിലിംഗ് ഒക്കെ നടത്തണം. മാതാപിതാക്കൾക്കും പേരന്റിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ പേരന്റിങ് ഒക്കെ നടത്തുന്ന പുതിയ കാലത്തെക്കുറിച്ച് വേണം നമ്മൾ ചിന്തിക്കേണ്ടത്.